നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനം ആചരിച്ചു. കുട്ടികൾക്കായുള്ള പുസ്തക ശേഖരമായ അക്ഷരസാഗരം ചടങ്ങിൽ സമർപ്പിച്ചു. പാറളം ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ മാതൃകാ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ കോടന്നൂരിന്റെ ആഭിമുഖ്യത്തിൽ 12ാമത് അന്താരാഷ്ട്ര യോഗ ദിനം ആചരിച്ചു. പെരിഞ്ചേരി ലയൺസ് ക്ലബ്, മണപ്പുറം മാക്കേർ സൂപ്പർ സ്പെഷ്യാലിറ്റി പോളിക്ലിനിക്, വള്ളിശ്ശേരി തെക്കുമുറി കിഴക്കേ വിഭാഗം പൂരാഘോഷ കമ്മിറ്റി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും. വാർത്തകൾ വിശദമായി. അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനം ആചരിച്ചു. കുട്ടികൾക്കായുള്ള പുസ്തക ശേഖരമായ അക്ഷരസാഗരം ചടങ്ങിൽ സമർപ്പിച്ചു. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പ്രചാരകനായ KN പണിക്കരുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയോടെ വായനാ ദിനാചരണം ആരംഭിച്ചു. എഴുത്തുകാരി ബീന ബിനിൽ വായനാ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. എന്താണ് വായന എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ വളരെയേറെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നാണ് വായന. പക്ഷേ 1996 ആണ് ജൂൺ 19-ാം തീയതി വായനാ ദിനമായിട്ട് പ്രഖ്യാപിച്ചത്. അത് 1995-ലാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട PN പണിക്കർ, പുതുവയൽ നാരായണ പണിക്കർ എന്നാണ് PN പണിക്കർ എന്ന അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ നാമധേയം. അദ്ദേഹത്തിൻ്റെ ചരമദിനത്തെയാണ് നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നത്? ഈ വായനാ ദിനമായി ആചരിക്കുന്നത്. അത് പിന്നീട് 2005, 2007 ആയപ്പോഴേക്കും ദേശീയ വായനാ ദിനമായിട്ട് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇത് കേവലം ഒരു ആചാരമോ ചടങ്ങോ മാത്രമായി ഒതുക്കാതെ നമ്മുടെ ഇന്നത്തെ കുട്ടികൾ, അതായത് നിങ്ങളാണ് വരും കാലഘട്ടത്തിൻ്റെ സൃഷ്ടാക്കൾ എന്നാണ് പറയുക. വരും കാലഘട്ടത്തിലേക്ക് വേണ്ട എല്ലാം ഈ ബാല്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ കുട്ടികളേവരും വായനയെ അതിൻ്റെതായ പ്രാധാന്യത്തോടുകൂടി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇതൊരു ആചരണമായി കണക്കാക്കാതെ ഇതിനെ നിരന്തരമായിട്ട് വായനയ്ക്ക് വേണ്ടിയിട്ട് കേവലം ഒരു ദിവസത്തിൻ്റെതായ ആവശ്യം ഇല്ല. നമ്മൾ നിരന്തരം വായിക്കുന്നതാണ്. സ്കൂൾ മാനേജർ ഫാദർ സെബാസ്റ്റ്യൻ വിട്ടത്ത് അധ്യക്ഷനായി. അറിവ് ലഭിക്കും, അതുകൊണ്ട് വായിക്കണം. നമ്മൾ ഇപ്പൊ നവമാധ്യമങ്ങളൊക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ടല്ലോ. TV ഉണ്ട്, അതുപോലെ തന്നെ ഇന്റർനെറ്റ്. അപ്പൊ അങ്ങനെ ഇന്റർനെറ്റിലൂടെ വാട്സപ്പ്, ടെലഗ്രാം, അങ്ങനെ ഇഷ്ടംപോലെ മാധ്യമങ്ങൾ, നവമാധ്യമങ്ങൾ, അതിന്റെ തള്ളിക്കയറ്റം കാരണം നമ്മൾ പലപ്പോഴും വായന ഉപേക്ഷിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. പുസ്തകങ്ങളൊന്നും പലപ്പോഴും പലരും വായിക്കാറില്ല. കാരണം എല്ലാവരും TV കണ്ട പോലെ അതിലൂടെ അറിവ് കിട്ടുന്നുണ്ടല്ലോ, കാഴ്ചയാണത്. അതുപോലെ തന്നെ നമുക്ക് ഇന്റർനെറ്റ്, വാട്സപ്പ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ടെലഗ്രാം ഉണ്ടല്ലോ, അങ്ങനെ എത്ര നവമാധ്യമങ്ങളാണ് നമുക്കുള്ളത് അല്ലേ? അങ്ങനെ നമുക്ക് അതിൽ ഒതുങ്ങരുത്, കുറച്ചും കൂടെ മുന്നോട്ട് പോകണം. വിശാലമായിട്ടുള്ള അറിവ് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ പുസ്തകങ്ങൾ വായിക്കണം. കുട്ടികളിൽ വായനാശീലം വളർത്തുന്നതിന്റെ ഭാഗമായി പുതിയ പുസ്തകശേഖരമായ അക്ഷരസാഗരം ചടങ്ങിൽ സമർപ്പിച്ചു. പ്രധാനാധ്യാപകൻ CM ജോഷി, CC ലിസി ജോസഫ്, ജൂലിയറ്റ് നീലങ്കാവിൽ എന്നിവർ സംസാരിച്ചു. മലയാളം സാഹിത്യ രംഗത്തെ പ്രശസ്തരെ സ്കൂളിലേക്ക് സാങ്കല്പിക ട്രെയിനിൽ കൊണ്ടുവരുന്ന ചിത്രശില്പം ചടങ്ങിനെ ശ്രദ്ധേയമാക്കി. കവിതാലാപനം, പുസ്തകാസ്വാദനം, കവിതാശില്പം, അമ്മ വായന തുടങ്ങി വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളാണ് വായനാ ദിനാചരണത്തിന്റെ ഭാഗമായി നടന്നത്. പാറളം ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ മാതൃകാ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ കോടന്നൂരിന്റെ ആഭിമുഖ്യത്തിൽ 12ാമത് അന്താരാഷ്ട്ര യോഗ ദിനം ആചരിച്ചു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിനായി യോഗ എന്ന പ്രമേയത്തോടെയാണ് യോഗ ദിനാചരണം നടന്നത്. കോടന്നൂർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന യോഗാ ദിനാചരണം പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത പ്രസന്നൻ ഉദ്ഘാടനം ചെയ്തു. സംബന്ധിച്ചിടത്തോളം യോഗ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ജീവിതത്തിൽ ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്ന ഒരു വസ്തുതയാണ്.
എന്നെ സംബന്ധിച്ചിടത്തോളം തന്നെ ഞാനിവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു 9 മിനിറ്റ് ലേറ്റായി. അതിനൊരു ക്ഷമാപണം ചോദിക്കുകയാണ്. കാരണം ടൈം ഈസ് വെരി പ്രീഷ്യസ്. ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒന്നാണ് നമ്മുടെ ജീവിതത്തിൽ ടൈം മാനേജ്മെൻറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം കടന്നു പോകുന്ന ഓരോ നിമിഷങ്ങളും നമുക്ക് അത്രയേറെ വിലപ്പെട്ടതാണ്. ഇപ്പം ഇവിടെ ഈ ഹോള് നിറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടി എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു എന്നുള്ളത്, അതാണ് ഞാൻ ഐ എം എക്സ്ട്രീംലി സോറി ഫോർ ദാറ്റ്. എന്തായാലും ഈ യോഗ കുടുംബാംഗങ്ങൾ വളരെ ഭംഗിയായി കൃത്യം 10 മണിക്ക് തന്നെ ചാർട്ട് ചെയ്ത പ്രകാരം ഇതിൻ്റെ പരിപാടിക്ക് നമ്മുടെ ഹോളിൽ എത്തിച്ചേരുകയും ഇവിടെ ഇങ്ങനെ ഹോള് നിറഞ്ഞ് നിങ്ങളുടെ ഒരു പ്രസൻസ് നല്ല രീതിയിൽ നമ്മുടെ ബഹുമാനായ യോഗാധ്യക്ഷൻ പറഞ്ഞ മാറി വളരെ സന്തോഷം നൽകുന്ന ഓരോ മുഖങ്ങളിലേക്ക് നോക്കുമ്പോൾ ഐ എം വെരി ഹാപ്പി. എന്നുവെച്ചാൽ നമ്മുടെ മനസ്സിൻ്റെ ഒരു സന്തോഷമാണല്ലോ നമ്മൾക്ക് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. ഞാനിവിടെ ഇരിക്കുന്ന യോഗ സ്റ്റുഡൻസിനെ പ്രായഭേദമന്യേ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം കൂടിയുണ്ട്. വൈസ് പ്രസിഡന്റ് മനോജ് അയ്യപ്പത്ത് അധ്യക്ഷനായി. വളരെയധികം പോസിറ്റീവായി കണ്ടുകൊണ്ടുള്ള യോഗ ഇന്ന് നമ്മൾ ലോകമെമ്പാടും നമ്മൾ ആഘോഷിക്കുന്നു. അതിൻ്റെ ഭാഗമായി നമ്മുടെ കേരളത്തിലും നമ്മുടെ പാർലം പഞ്ചായത്തിലും ഇതുപോലെയുള്ള ഒരു പ്രോഗ്രാം നടത്തുന്നതും നമ്മളുടേതായ ഇൻസ്ട്രക്ടറുടെ കഴിവും നമ്മളുടെ പാർലം പഞ്ചായത്ത് കൃത്യമായി വിനിയോഗിക്കുന്നുണ്ട്. എല്ലാത്തിനും നമ്മളുടെ പാർലം പഞ്ചായത്ത് ഭരണസമിതി കൂടെയുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഗവൺമെന്റ് ആയുർവേദ മാതൃകാ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ കോടന്നൂർ മെഡിക്കൽ ഓഫീസറും ആയുഷ് യോഗ ക്ലബ്ബ് കൺവീനറുമായ ഡോക്ടർ VN കവിത മുഖ്യപ്രഭാഷണം നടത്തി. വൈബ് ഫോർ വെൽനസിന്റെ ഭാഗമായി നാട്ടിക നിയോജക മണ്ഡലത്തിൽ നടന്ന ജില്ലാതല യോഗ ഡാൻസ് മത്സരത്തിൽ 1ഉം 2ഉം സമ്മാന വിജയികൾക്ക് ചടങ്ങിൽ ക്യാഷ് അവാർഡും ട്രോഫിയും നൽകി. യോഗ ഡാൻസിൽ പങ്കെടുത്ത എല്ലാവർക്കും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. മറ്റു മത്സര വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വൈബ് ഫോർ വെൽനസിന്റെ ഭാഗമായി നാട്ടിക നിയോജക മണ്ഡലത്തിൽ നടന്ന യോഗ ഡാൻസ് മത്സരത്തിൽ 1ഉം 2ഉം സമ്മാനങ്ങൾ നേടിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ എന്നിവയും ചടങ്ങിൽ വിതരണം ചെയ്തു. പാർലം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ട്രിൻസി ജൂബി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വനജ രാജൻ, വാർഡ് മെമ്പർ റോസ്മേരി അബേഷ്, പാർലം നാഷണൽ ഹെൽത്ത് മിഷൻ ഹോമിയോപ്പതി മെഡിക്കൽ ഓഫീസറും ആയുഷ് യോഗ ക്ലബ്ബ് ജോയിന്റ് കൺവീനറുമായ ഡോക്ടർ CV സോണി, യോഗ ഇൻസ്ട്രക്ടർ KK ബിജോഷ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PP തോമസ് എന്നിവർ സംസാരിച്ചു. പെരിഞ്ചേരി ലയൺസ് ക്ലബ്ബ്, മണപ്പുറം മാക്കേര സൂപ്പർ സ്പെഷ്യാലിറ്റി പോളിക്ലിനിക്, വള്ളിശ്ശേരി തെക്കമുറി കിഴക്കേ വിഭാഗം പൂരാഘോഷ കമ്മിറ്റി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും. ഈ മാസം 21-ന് ഞായറാഴ്ച രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 വരെ വള്ളിശ്ശേരി തെക്കമുറി കിഴക്കേ വിഭാഗം പൂരാഘോഷ കമ്മിറ്റി ഹാളിലാണ് ക്യാമ്പ് നടക്കുകയെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാഴ്ച, ദന്ത വൈദ്യ, ECG, ബ്ലഡ് പ്രഷർ, ഷുഗർ തുടങ്ങിയ പരിശോധനകളാണ് ക്യാമ്പിൽ സൌജന്യമായി നടത്തുക. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസിലി ജോയ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്ക് 9633977292 9447876101 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടേണ്ടതാണ്. പെരിഞ്ചേരി ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് PG ജോബി, റീജിയൻ ചെയർപേഴ്സൺ ND ഡിവിച്ച്, സെക്രട്ടറി MA ജോയ്, PA മാത്യൂസ്, മണപ്പുറം മാക്കിയർ ചേർപ്പ് ബ്രാഞ്ച് മാനേജർ ജിന്നി റപ്പായി, ഗോഡ്സൺ വിൻസെന്റ്, MM ഷാജു, രാധാകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പെരിഞ്ചേരിയും മണപ്പുറം മാക്കയർ സൂപ്പർ സ്പെഷ്യാലിറ്റി പോളിക്ലിനിക്കും വള്ളിശ്ശേരി തെക്കുമുറി കിഴക്കേ വിഭാഗം പൂരാഘോഷ കമ്മിറ്റിയും സംയുക്തമായി നടത്തുന്ന സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പാണ് ഈ വരുന്ന ഞായറാഴ്ച 2026 ജൂൺ 21 രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ വള്ളിശ്ശേരി തെക്കുമുറി കിഴക്കേ വിഭാഗം പൂരാഘോഷ കമ്മിറ്റി ഹാളിൽ വെച്ച് നടക്കുകയാണ്. ഈ ക്യാമ്പിൻ്റെ ഉദ്ഘാടനം നടത്തുന്നത് ബഹുമാനപ്പെട്ട അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനിയായ ശ്രീമതി റോസ്ലി ജോയാണ് ഈ പ്രോഗ്രാം ഉദ്ഘാടനം നിർവഹിക്കുന്നത്. തൈക്കാട്ടുശ്ശേരി സെന്റ് പോൾ ദേവാലയത്തിൽ വിശുദ്ധ പൗലോസിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. ഈ മാസം 28-നാണ് ഊട്ടുതിരുനാൾ. വ്യാഴാഴ്ച വൈകിട്ട് 5:30 നടന്ന കൊടിയേറ്റ് ചടങ്ങോടെ നവനാൾ തിരുക്കർമ്മങ്ങൾക്ക് തുടക്കമായി. പുതുക്കാട് ഫൊറോന പള്ളി വികാരി ഫാദർ ഡേവിസ് ചെറിയത്ത് ലതീഞ്ഞ നൊവേന
ദിവ്യബലി, കൊടിയേറ്റ് എന്നിവയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ക്ലിന്റ് പാണയങ്ങാടൻ, ഫാദർ ജോസ് പുന്നോലിപ്പറമ്പിൽ എന്നിവർ സഹകാർമ്മികരായി. ഈ മാസം 27 ശനിയാഴ്ച രാവിലെ 6:15 ലതീഞ്ഞ് ദിവ്യബലി, നൊവേന, തുടർന്ന് കൂടുതുറക്കൽ ശുശ്രൂഷ, തിരുസ്വരൂപം എഴുന്നള്ളിച്ചു വയ്ക്കൽ എന്നിവ നടക്കും. കൊലഴി പള്ളി വികാരി ഫാദർ പോൾ പേരാമംഗലത്ത് മുഖ്യ കാർമ്മികനാകും. ഊട്ടുതിരുനാൾ ദിനമായ 28 ഞായറാഴ്ച രാവിലെ 6:15 നടക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ജോസ് പുന്നോലിപ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. രാവിലെ 10 മണിക്ക് നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ചുവന്നമണ്ണ് പള്ളി വികാരി ഫാദർ അനു ചാലിൽ മുഖ്യ കാർമ്മികനാകും. മുളയം മേരിമാത മേജർ സെമിനാരിയിലെ ഫാദർ പോൾ പുളിക്കൻ തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് നേർച്ചകൂട്ട് വിതരണം നടക്കും. 29 തിങ്കളാഴ്ച രാവിലെ 6:15 മരിച്ചവരുടെ അനുസ്മരണ ബലി നടക്കും. ജൂലൈ 5 എട്ടാമിടം. ചേർപ്പ് സീനൻ ഗേൾസ് LP സ്കൂളിൽ വിപുലമായ പരിപാടികളോടെ വായനാ ദിനാഘോഷം നടന്നു. പുസ്തക കൂടാര സമർപ്പണവും ചങ്ങമ്പുഴ കവിതയുടെ ദൃശ്യാവിഷ്കാരവും ഉൾപ്പെടുന്നതായിരുന്നു വായനാ ദിനാഘോഷം. യുവസാഹിത്യകാരി CS ആരതി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപകൻ AR രാജീവ് കുമാർ അധ്യക്ഷനായി. രക്ഷിതാക്കളുടെ കവിതാവതരണമായ ആർദ്രകാവ്യത്തിൽ MV ആതിര കവിതാസ്വാദനം അവതരിപ്പിച്ചു. അധ്യാപകരായ ചിത്ര, സുജിത, PTA പ്രസിഡന്റ് ജിനേഷ് രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ചങ്ങമ്പുഴയുടെ കാവ്യനർത്തകി എന്ന കവിതയുടെ ദൃശ്യാവിഷ്കാരം കുട്ടികൾ അവതരിപ്പിച്ചത് ശ്രദ്ധേയമായി. ലൈബ്രറിയിലേക്ക് കുട്ടികൾ പുസ്തകങ്ങൾ സംഭാവന ചെയ്യുന്ന പുസ്തക കൂടാരം സമർപ്പണവും ചടങ്ങിൽ നടന്നു. ലൈബ്രറി വായനാമൂല ഒരുക്കൽ, മികച്ച വായനക്കാരി, സാഹിത്യ പ്രതിഭകളെ പരിചയപ്പെടൽ, അമ്മ വായന തുടങ്ങിയ വൈവിധ്യമാർന്ന പരിപാടികളാണ് വായനാവാരത്തിൽ സ്കൂളിൽ നടക്കുക. വായനയുടെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി വല്ലച്ചിറ സെന്റ് തോമസ് ഹൈസ്കൂളിൽ വായനാ ദിനം ആഘോഷിച്ചു. കവിതാലാപനവും അനുസ്മരണവും ഉൾപ്പെട്ടതായിരുന്നു വായനാ ദിനാഘോഷം. വിദ്യാർത്ഥികളിൽ വായനാശീലം വളർത്തുന്ന സന്ദേശത്തോടെ സാഹിത്യകാരി അജിത രാജൻ ഉദ്ഘാടനം ചെയ്തു. ക്ലാസുകളിലേക്ക് അവർ പുസ്തകങ്ങൾ സമർപ്പിച്ചു. PTA പ്രസിഡന്റ് ബിജു തൃശൂക്കാരൻ അധ്യക്ഷനായി. വാർഡ് മെമ്പർ വിൽസൺ പിടിയത്ത്, പ്രധാനാധ്യാപിക AJ പ്രിൻസി എന്നിവർ സംസാരിച്ചു. തുടർന്ന് PN പണിക്കർ അനുസ്മരണം, വായനാദിന പ്രതിജ്ഞ, പുസ്തക പരിചയം, കവിതാലാപനം തുടങ്ങി വിവിധ പരിപാടികളാണ് വായനാ ദിനാഘോഷത്തിൽ സംഘടിപ്പിച്ചത്. അധ്യാപകരും വിദ്യാർത്ഥികളും ചടങ്ങിൽ സംബന്ധിച്ചു. അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും USS NMMS സ്കോളർഷിപ്പ് വിജയികൾക്കും ചടങ്ങിൽ ആദരം. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ സെബാസ്റ്റ്യൻ വെട്ടത്ത് അധ്യക്ഷനായി. കഴിഞ്ഞ അധ്യയന വർഷം SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾ, USS NMMS സ്കോളർഷിപ്പ് നേടിയ മുഴുവൻ കുട്ടികൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പൂർവ്വ വിദ്യാർത്ഥിയും സെന്റ് അലോഷ്യസ് കോളേജ് പ്രിൻസിപ്പലുമായ ഡോക്ടർ സുധീർ സെബാസ്റ്റ്യൻ മുഖ്യാതിഥിയായി. പ്രധാന അധ്യാപകൻ CM ജോഷി, പാർലം ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടോമി പെല്ലിശ്ശേരി, PTA പ്രസിഡന്റ് ഫ്രാങ്കോ ഫ്രാൻസിസ്, പ്രിൻസിപ്പൽ സന്തോഷ് ജേക്കബ്, MPTA പ്രസിഡന്റ് റിൻസി ജൂബി, ജിസ്മി റോസ്, CS ജോൺ എന്നിവർ സംസാരിച്ചു. ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനം ആഘോഷിച്ചു. NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു വായനാ ദിനാഘോഷം. ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ ഇൻചാർജ് K ജനിത അധ്യക്ഷത വഹിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗം ഇംഗ്ലീഷ് അധ്യാപകനും എഴുത്തുകാരനുമായ P അനിൽകുമാർ ഇംഗ്ലീഷിൽ രചിച്ച എക്കോസ് ഓഫ് എ സൈലന്റ് ക്രാഡിൽ എന്ന നോവൽ ചടങ്ങിൽ പരിചയപ്പെടുത്തി. ഇംഗ്ലീഷ് അധ്യാപിക K ഹേമയാണ് നോവൽ പരിചയപ്പെടുത്തിയത്. നോവലിന്റെ കഥാതന്തു, ആനുകാലിക പ്രസക്തി, രചയിതാവിന്റെ അനുഭവ സമ്പത്ത് എന്നിവയെക്കുറിച്ചുള്ള അവലോകനം ഹയർ സെക്കൻഡറി വിഭാഗം ഇംഗ്ലീഷ് അധ്യാപിക K സരിത നിർവഹിച്ചു. നോവൽ എഴുതാനുണ്ടായ സാഹചര്യങ്ങൾ രചയിതാവ് ചടങ്ങിൽ വിശദീകരിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ അനിത, NSS യൂണിറ്റ് ജനറൽ ലീഡർ മാസ്റ്റർ സുഹൈൽ എന്നിവർ സംസാരിച്ചു. വായനയുടെ പ്രാധാന്യം കുട്ടികളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഊരകം ALP സ്കൂളിൽ വായനാ ദിനാചരണം സംഘടിപ്പിച്ചു. വായനാ ദിന ചടങ്ങുകൾക്കൊപ്പം വിവിധ കലാപരിപാടികളും സ്കൂളിൽ ഒരുക്കിയിരുന്നു. വാർഡ് മെമ്പർ ശരണ്യ വൈശാഖ വായനാ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PA സന്തോഷ് അധ്യക്ഷത വഹിച്ചു. കുട്ടികൾക്കായുള്ള പുസ്തകങ്ങളും വായനയുടെ ആവശ്യകതയും എന്ന വിഷയത്തിൽ പ്രസാദം പഠന ഗവേഷണ ഗ്രന്ഥശാല പ്രസിഡന്റ് കലേഷ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. സ്കൂൾ ലൈബ്രറിയിലേക്കുള്ള പുതിയ പുസ്തകങ്ങളുടെ വിതരണോദ്ഘാടനം എഴുത്തുകാരൻ ആറ്റൂർ സന്തോഷ് കുമാർ നിർവഹിച്ചു.
പ്രധാനാധ്യാപിക ജിനി, വിദ്യാലയ വികസന സമിതി പ്രസിഡന്റ് രമാ ജ്യോതികുമാർ, വികസന സമിതി സെക്രട്ടറി രാകേഷ് ഉണ്ണിയാമ്പുറം, വിദ്യാലയ പ്രതിനിധി CS വിഷ്ണു പ്രസാദ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വായനാദിന പ്രതിജ്ഞയും വായനാദിന സന്ദേശവും നടന്നു. വായനാദിനത്തിൽ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി. കുട്ടികളിൽ വായനാശീലത്തിന് പ്രചോദനമേകി പനംകുളം DMLP സ്കൂളിൽ വായനാ ദിനാഘോഷം. നൃത്താവതരണവും കവിത ആലാപനവും ഉൾപ്പെടെ വൈവിധ്യമാർന്നതായി വായനാ ദിനാഘോഷം. കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ K. ദിനേശ് രാജ വായനാ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. കവയിത്രി നോമി കൃഷ്ണ മുഖ്യാതിഥിയായി. സ്കൂൾ പ്രധാനാധ്യാപിക ഷാലി കുട്ടികൾക്ക് വായനാദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അധ്യാപിക സീനി വായനാദിന സന്ദേശം നൽകി. SRG കൺവീനർ ജീതു സംസാരിച്ചു. വായനയുടെ പ്രാധാന്യവും PN പണിക്കർ ഉൾപ്പെടെയുള്ള പ്രമുഖ എഴുത്തുകാരുടെ വിശദാംശങ്ങളും ഉൾപ്പെടുത്തിയ ചുമർ മാസികകൾ ചടങ്ങിൽ പ്രകാശനം ചെയ്തു. സ്കൂൾ ലൈബ്രറിയുടെ ഉദ്ഘാടനവും പുസ്തക പ്രദർശനവും വായനാ ദിനാഘോഷത്തിൽ ഒരുക്കിയിരുന്നു. നാടൻ പാട്ടുകൾ ആലപിച്ചും കവിതകൾ ചൊല്ലിയും കുട്ടികളുമായി സംവദിച്ചും കവി K. ദിനേശ് രാജയും കവയത്രി നോമി കൃഷ്ണയും കുട്ടികൾക്ക് വായനാനുഭവം പകർന്നു. കുട്ടികൾ കവിതാലാപനം, പ്രസംഗം, പോസ്റ്റർ നിർമ്മാണം തുടങ്ങി വിവിധ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുത്തു. ലൈബ്രറി സന്ദർശിച്ച കുട്ടികൾ പുസ്തകങ്ങളിലൂടെ അറിവിന്റെ ലോകത്തെ തിരിച്ചറിഞ്ഞു. വായനയുടെ സന്ദേശം ഉൾക്കൊള്ളുന്ന നൃത്താവതരണവും DMLP സ്കൂളിൽ നടന്ന വായനാ ദിനാഘോഷത്തെ വൈവിധ്യമാക്കി. വലപ്പാട് പള്ളിപ്പുറത്ത് MDMAയും ഹാഷിഷ് ഓയിലുമായി 2 യുവാക്കളെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. പെരിങ്ങോട്ടുകര സ്വദേശി പുത്തൻപുരക്കൽ വീട്ടിൽ നിതിൻ, താന്യം സ്വദേശി പഴയടത്ത് വീട്ടിൽ അനീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെ വലപ്പാട് പള്ളിപ്പുറം ഭാഗത്ത് ദേശീയപാത 66 സർവീസ് റോഡിന് സമീപത്ത് വീട്ടിൽ നിന്നാണ് പ്രതികൾ പിടിയിലായത്. 2.6 ഗ്രാം MDMAയും 3.18 ഗ്രാം ഹാഷിഷ് ഓയിലും കൈവശം വെച്ച് കൈകാര്യം ചെയ്ത കേസിലാണ് അറസ്റ്റ്. വാടാനപ്പള്ളി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ J. ഹരികൃഷ്ണയ്ക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നുള്ള പരിശോധനയിലാണ് യുവാക്കൾ പിടിയിലായത്. പ്രതികൾ മയക്കുമരുന്ന് സ്ഥിരമായി ഉപയോഗിക്കുന്നവരും ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകുന്നവരുമാണ്. വലപ്പാട് തൃപ്രയാർ തളിക്കുളം മേഖലയിൽ പ്രവർത്തിക്കുന്ന മയക്കുമരുന്ന് കണ്ണികളിൽപ്പെട്ടവരാണ് പ്രതികളെന്ന് എക്സൈസ് സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. വലപ്പാട് തൃപ്രയാർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രമുഖ സ്ഥാപനത്തിലെ ജീവനക്കാർ കൂടിയാണ് പ്രതികൾ. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർമാരായ KK ഉണ്ണികൃഷ്ണൻ, TR സുനിൽ, KV രാജേഷ്, പ്രിവന്റീവ് ഗ്രേഡ് ഓഫീസർ CK ബാബു, VM സ്മിബിൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ MG ഷാജു, അരുൺ മോഹൻ, TU ഹരികൃഷ്ണൻ, ഡ്രൈവർ V രാജേഷ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണ് എക്സൈസ് സംഘം. വാടാനപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെ വാടാനപ്പള്ളി ബ്രാഞ്ച് ഞായറാഴ്ച പൊതുജനങ്ങൾക്കായി സമർപ്പിക്കും. വിവിധ മേഖലകളിലെ പ്രതിഭകൾക്ക് ചടങ്ങിൽ ആദരം നൽകുമെന്ന് ഭരണസമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാടാനപ്പള്ളി ചേറ്റുവ റോഡിൽ ഹയാത്ത് ബിൽഡിംഗിലാണ് വാടാനപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെ പുതിയ ബ്രാഞ്ച് സജ്ജമാക്കിയിരിക്കുന്നത്. ഞായറാഴ്ച രാവിലെ 10-ന് മുൻ വിദ്യാഭ്യാസ മന്ത്രിയായ പ്രൊഫസർ C. രവീന്ദ്രനാഥ് MLA പുതിയ ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്യും. കേരള ബാങ്ക് ഡയറക്ടർ M. ബാലാജി ലോക്കറിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. തൃത്തല്ലൂർ ആസ്ഥാനമായി 1918 നവംബർ 25-ന് രജിസ്റ്റർ ചെയ്ത വാടാനപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് 1919 മാർച്ച് 11-നാണ് പ്രവർത്തനം തുടങ്ങിയത്. ആധുനിക ബാങ്കിംഗ് സൌകര്യങ്ങളോടെയാണ് പുതിയ ബ്രാഞ്ച് തുറക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ വിദ്യാഭ്യാസ അവാർഡ് സമർപ്പണം നടക്കും. 100% വിജയം നേടിയ സ്കൂളുകൾ, മുൻ ബാങ്ക് പ്രസിഡന്റുമാർ, മുൻ ബാങ്ക് സെക്രട്ടറി, ഹരിതകർമ്മസേനാംഗങ്ങൾ, സംസ്ഥാനത്തെ മികച്ച അങ്കണവാടി വർക്കർ, ഹെൽപ്പർ അവാർഡുകൾ നേടിയവർ എന്നീ വിഭാഗങ്ങളിലെ പ്രതിഭകളെ ചടങ്ങിൽ ആദരിക്കുമെന്നും ഭരണസമിതി അറിയിച്ചു. ബാങ്ക് പ്രസിഡന്റ് വിശ്വനാഥൻ വയക്കാട്ടിൽ, വൈസ് പ്രസിഡന്റ് ഷീല സോമൻ, മെമ്പർമാരായ CB സുനിൽകുമാർ, ആരിഫ അഷ്റഫ്, ബാങ്ക് സെക്രട്ടറി MB ബിജു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വാടാനപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രഥമ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം ഈ വരുന്ന ഞായറാഴ്ച നടക്കുകയാണ്. ബാങ്കിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഒരു നൂറ്റാണ്ടും ഒരു ദശകവും പിന്നിടുകയാണ്. 1918 ഐക്യ നാണയ സംഘമായിട്ടാണ് ഇത് രജിസ്റ്റർ ചെയ്തത്. അന്ന് സഹകരണ ആക്ട് നിലവിലില്ലാതിരുന്ന ഘട്ടത്തിലാണ് കേരളത്തിൻ്റെ പ്രത്യേകിച്ച് മലബാർ ഒക്കെ തന്നെ ഐക്യനാണയ സംഘമാണ് രൂപീകരിച്ചത്. പിന്നീട് സഹകരണ നിയമം നിലവിൽ വന്നപ്പോഴാണ് സർവീസ് സൊസൈറ്റിയായിട്ട് അത് മാറുന്നത്. ഏകദേശം 100 വർഷം പിന്നിട്ട് കഴിഞ്ഞു. വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ചാവക്കാട് താലൂക്കിൽ തന്നെ കഴിഞ്ഞ 5 വർഷമായി ലാഭത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർവീസ് സഹകരണ ബാങ്കാണ് ഞങ്ങളുടെ.
9 തീരദേശ പഞ്ചായത്തുകളിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന് അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് നിവേദനം സമർപ്പിച്ചതായി മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് AM സനൌഫൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ടാങ്കർ ലോറി മുഖേന അടിയന്തരമായി കുടിവെള്ളം വിതരണം ചെയ്യണമെന്നാണ് നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടത്. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് AM സനൌഫൽ കൂടാതെ മുസ്ലിം ലീഗ് വാടാനപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് PS സിദ്ദീഖുൽ അക്ബർ, സെക്രട്ടറി AY ഹർഷാദ് എന്നിവരാണ് ജില്ലാ കലക്ടർക്ക് നിവേദനം സമർപ്പിച്ചത്. മതിലകം മുതൽ വാടാനപ്പള്ളി, ഏങ്ങണ്ടിയൂർ ഉൾപ്പെടെയുള്ള 9 തീരദേശ പഞ്ചായത്തുകളിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം നിലനിൽക്കുകയാണ്. വാടാനപ്പള്ളി പഞ്ചായത്തിൽ 1, 17, 18 വാർഡുകളിൽ കടലേറ്റത്തെ തുടർന്ന് കുടിവെള്ള സ്രോതസ്സുകൾ ഉപ്പുവെള്ളം കയറി നശിച്ചു. വിവിധ വാർഡുകൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ വാട്ടർ അതോറിറ്റിയുടെ വിതരണ പമ്പിംഗ് സംവിധാനങ്ങളിലെ പോരായ്മയും കുടിവെള്ളക്ഷാമം രൂക്ഷമാക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ടാങ്കർ ലോറികൾ ഉപയോഗിച്ച് കുടിവെള്ള വിതരണം ചെയ്യണം. വാടാനപ്പള്ളി കടലേറ്റം, തീരശോഷണം, കുടിവെള്ളക്ഷാമം എന്നിവ വർഷങ്ങളായി തുടരുകയാണ്. ബന്ധപ്പെട്ട വിഷയത്തിൽ ജില്ലാ ഭരണകൂടവും മറ്റു വകുപ്പുകളും അടിയന്തരമായി ഇടപെടണമെന്നും മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് AM സനൌഫൽ ആവശ്യപ്പെട്ടു. രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെട്ടുകൊണ്ട് വാട്ടർ അതോറിറ്റിയുടെ പമ്പിങ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കൃത്യമായി നടക്കുന്നില്ല. അപ്പോൾ അതിന് പല കാരണങ്ങൾ അവർ പറയുന്നത്, ഒന്ന് ഹൈവേയുടെ പണിയാണ്, മറ്റൊന്ന് ഈ കാലഹരണപ്പെട്ട പൈപ്പുകളുടെ കാര്യം. ഏതായാലും കൃത്യമായ പമ്പിങ് നടക്കാത്തതുകൊണ്ട് തന്നെ ജനങ്ങൾ കുടിവെള്ളം കിട്ടാതെ കഷ്ടപ്പെടുകയാണ്. അപ്പോൾ നിലവിൽ വാടാനപ്പള്ളിയിലാണ്. വാടാനപ്പള്ളി ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളിൽ വളരെ വലിയ ദുരിതമാണ് ജനങ്ങൾ കുടിവെള്ളത്തിന് വേണ്ടി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പഞ്ചായത്ത് നേരത്തെ ഹൈക്കോടതിയുടെ ഒരു ഉത്തരവുണ്ട്. അഡ്വക്കേറ്റ് ധർമ്മരാജേട്ടനും അതുപോലെ തന്നെ CG മാഷും അഡ്വക്കേറ്റ് ഷാനവാസ് കാട്ടകത്ത് മുഖേന ഹൈക്കോടതി പോവുകയും മതിലകം മുതൽ ഏങ്ങണ്ടിയൂർ വരെയുള്ള 9 പഞ്ചായത്തുകളിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ കുടിവെള്ളം ടാങ്കറുകളിൽ എത്തിക്കാൻ പറഞ്ഞിട്ടുള്ള ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്. ആ ഉത്തരവ് നടപ്പാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇന്നലെ തൃശ്ശൂർ ജില്ലാ കളക്ടറെയും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറെയും കണ്ടിരുന്നു. അത് അനുഭവപൂർവ്വം പരിഗണിക്കാമെന്നും എത്രയും വേഗം അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാമെന്നും കളക്ടർ ഉറപ്പ് പറഞ്ഞു. വാടാനപ്പള്ളി പഞ്ചായത്തിൽ പലതവണയായി നമ്മൾ ഇത്തരമൊരു ആവശ്യം ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഇതുവരെയും കുടിവെള്ളം ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല. കുടിവെള്ളം ജനങ്ങളുടെ ഒരു അടിസ്ഥാന ആവശ്യം. പൊന്നൂക്കര ശാന്തിനഗർ ഏരാത് ലൈൻ സ്വദേശി പാണ്ഡിയത്ത് വീട്ടിൽ മാധവൻ നായർ മാതാവ് ദേവകിയമ്മ നിര്യാതയായി. 92 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടന്നു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനം ആചരിച്ചു. കുട്ടികൾക്കായുള്ള പുസ്തകശേഖരമായ അക്ഷരസാഗരം ചടങ്ങിൽ സമർപ്പിച്ചു. പാറളം ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ മാതൃകാ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ കോർഡിനേറ്ററുടെ ആഭിമുഖ്യത്തിൽ 12ാമത് അന്താരാഷ്ട്ര യോഗ ദിനം ആചരിച്ചു. പെരിഞ്ചേരി ലയൺസ് ക്ലബ്, മണപ്പുറം മാക്കേർ സൂപ്പർ സ്പെഷ്യാലിറ്റി പോളിക്ലിനിക്, വള്ളിശ്ശേരി തെക്കുമുറി കിഴക്കേ വിഭാഗം പൂരാഘോഷ കമ്മിറ്റി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.